എന്റെ ഉപ്പ വിട്ട് എങ്ങും വരില്ല. ഞാനിവൻ്റെ ഇക്കാണ്. ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായി ഇവന് അസുഖം തുടങ്ങിയിട്ട്. വീട്ടിൽ ഉമ്മ എല്ലാം കാണുമ്പോൾ കൊല്ലാൻ വരുവാന്ന് പറയുന്നു. വേറെ എന്തോ മനസ്സിൽ ഇവൻ്റെ ഭീതി കിടപ്പുണ്ട്. പിന്നെ ഇവൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വയലന്റ് ആകുകയോ നിലവിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അവൻ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ കൊല്ലാൻ വരുവാന്നോ എന്തോ ഒരു ഭീതി അവൻ്റെ മനസ്സിലങ്ങനെ കിടപ്പുണ്ട് ഡോക്ടർ. നിങ്ങളൊന്ന് പുറത്തേക്ക്, എനിക്ക് ഇയാളോടൊന്ന് തനിച്ച് സംസാരിക്കണം. ഇപ്പോൾ ഈ മുറിയിൽ നമ്മൾ 2 മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. തനിക്ക് എന്നോട് എന്തും പറഞ്ഞു. റമീസ്, 2 ആഴ്ച മുമ്പ് തനിക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ താൻ എന്തിനോ ഭയക്കുന്നു. മരണം, അതാണ് ഞാൻ ഭയക്കുന്നത്. എൻ്റെ 2 സുഹൃത്തുക്കൾ, അവരുടെ ജീവനേക്കാൾ എൻ്റെ ജീവന് അവർ വില നൽകിയില്ല. എനിക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവർ എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. നിനക്കൊന്നും നമ്മളതിന് വിലയില്ലോടാ, അഹങ്കാരമാണല്ലോടാ. നിന്റെ കമ്പനിക്കാരെറാ സൂക്ഷിച്ചോണേ. ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. ആ നാട്ടിലെ ഒരുത്തനെ പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല. മദ്യപാനം വരെ നട്ടോട്ടിലായിരുന്നു. അന്നത്തെ രാത്രി ഞാൻ മറക്കില്ല. എനിക്കെൻ്റെ പാതി ജീവൻ അന്ന് നഷ്ടമായി. എനിക്കും കാണാനോടാ ഇരുട്ടിൻ്റെ സമയം അധികരിച്ചിട്ടും ഞങ്ങളുടെ ലഹരി തീർന്നില്ല. ദൈവം തന്ന വിധി അത് മാറ്റാൻ ആർക്കും പറ്റില്ല. ആയിരിക്കടാ
നിർണായകരമായ ദിനം. അന്ന് ആ കറുത്ത രൂപത്തെ ഞാൻ ആദ്യമായി കണ്ടു. സൂരജിൻ്റെ ജീവൻ എൻ്റെ ജീവൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തന്നു. അവൻ്റെ മരണം എൻ്റെ മരണത്തിൻ്റെ അകലം കുറച്ചതായി എനിക്ക് തോന്നി. പക്ഷേ നാട്ടുകാർ ഞങ്ങൾ അവനെ കൊന്നു എന്ന് പറഞ്ഞു. ഉസ്മാനെ കണ്ടോ, രണ്ടാവന്മാര് ഒരുത്തനെ കൊണ്ടു നടന്ന് കൊന്നു. പോടാ. അയ്യോ. ഓ, നമ്മളൊക്കെ പറയുമ്പോ ഒരു കുഞ്ഞ. പിന്നീട് എൻ്റെ ഭയം ഇരുട്ടിനോടെ എൻ്റെ ജീവനെടുക്കാൻ ആരോ വരുന്നു എന്നുള്ള ഭയം. മരണത്തെ നീ അമിതമായി ഭയക്കുന്നു. മരണം നമുക്ക് മാത്രമല്ല, ജീവനുള്ള എല്ലാത്തിനുമുണ്ട്. വീട്ടിൽ ലൈറ്റിന് ചുറ്റും പറക്കുന്ന ഈയലിനെ നീ കണ്ടിട്ടില്ലേ? അതിൻ്റെ ആയുസ് ഒരു ദിവസമാണ്. പക്ഷെ അത് പല്ലിയുടെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ എടുക്കുന്ന ഉത്തരവാദം കണ്ടിട്ടില്ല. നിന്റെ മരണം നിനക്കറിയില്ല. അതുവരെ നീ ലൈഫ് എൻജോയ് ചെയ്യണം. മതഭേദ ഗന്ധങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ, അതിലൂടെ, അല്ലെങ്കിൽ ലഹരിയില്ലാത്തൊരു ജീവിതത്തിലൂടെ. മരണം ആലോചിച്ചിരുന്നാൽ ഈ ലോകത്ത് ആർക്കും ജീവിച്ച് സന്തോഷത്തോടിരിക്കാൻ കഴിയുന്നില്ല. ആ കറുത്തരൂപം നിന്റെ ഉള്ളിലെ മരണഭയം മാത്രമാണ്. എല്ലാം നീ തുടച്ചു മാറാൻ ശ്രമിക്കണം. ഡോക്ടർ പറഞ്ഞത് എത്ര ശരിയാടാ. ലഹരി ഇനി ജീവിതത്തിൽ വേണ്ട. ഞാൻ ജീവിക്കും, നന്നായി മരിക്കും വരെ. ഈ രാത്രിയുടെ ഭംഗി നമ്മളിപ്പോഴാണ് കാണുന്നത്. ഈ ലോകം ഇനിയും കാണാനുണ്ട്. സൂരജിനെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും.
those around, I hear a cry, a muffled sob, a hopeless sigh. I hear their footsteps leaving slow, and then I know my soul must fly. A chilly wind begins to blow within my soul from head to toe, and then last breath escapes my lips. It's time to leave and I must go. So it is true, but it's too